കുറെ നേരം പാട്ട് പാടിയിട്ട് ചായ കുടിക്കാൻ നല്ല രസം. ശരിക്കും ഈ വീടിന്റെ മൂഡ് തന്നെ മൊത്തത്തിലങ്ങ് മാറിയില്ലേ? അതെ, നമുക്ക് എന്താ എന്നും ഇങ്ങനെയൊക്കെ ചെയ്താലോ? ആ സുമേഷ് സമ്മതിക്കണ്ടേ? ഓരോരോ ഇതായിട്ട് നമുക്കിനി സന്തോഷത്തിന്റെ ഉത്സവമായിരിക്കും. ഉത്തമ, ആ സുമേഷ് അവിടെ ഒന്നും കാണുന്നില്ല. ജംഗ്ഷനിൽ പ്രതികാരം ചോദിക്കാൻ പോട്ടെ, ഒമ്മരെല്ലാം എടുത്തിട്ട് പൂശി കാണൂ. ഒറ്റയ്ക്ക് അടിയുണ്ടാക്കാനൊന്നും അവൻ പോകില്ല. ഇത് നമ്മളുടെ സന്തോഷം കണ്ട് സഹിക്കാൻ പറ്റാതെ എവിടെ മാറിയിരിക്കുകയാണ്. കോള് വരുന്നു, പരിചയമില്ലാത്ത നമ്പറാ. ഹലോ, ഉത്തമേട്ടനോ? സുമേഷ് ശബ്ദം മാറ്റി വിളിക്കും. ഹലോ ഹലോ, ഇത് ആരാന്നാ പറഞ്ഞേ? ഞാൻ പാർവതിയാ. പാർവതിയോ? എന്നെ പാറുന്നാ വിളിക്കാറ്. ഓക്കെ. എന്താ പാറു വിളിച്ചേ? ഞാനും ഉത്തേട്ടനും തമ്മില് അവിഹിതമാണ്, അതൊന്ന് അറിയിക്കാൻ വിളിച്ചതാ. അവിഹിതമാണോ? ഈ പാറുവിന്റെ അടുത്ത് ഉത്തമേട്ടൻ എങ്ങനെയാ? എന്റെ അടുത്ത് ഭയങ്കര വഴക്കാ, എപ്പോഴും ഇവിടെ അലമ്പാ. എങ്ങനെയാ പാറുവിന്റെ അടുത്ത്? അവിഹിതം കേട്ടിട്ട് എന്താ ചേച്ചി മിണ്ടാത്തൊന്നും? എടാ ചെറുക്കാടാ, ഡേയ് ചുമ്മാ അല്ല നിന്നെ ജംഗ്ഷനിൽ മൂപ്പിലാമ്പാര് കിടന്നിട്ട് താങ്ങണ കേട്ടാ. അയ്യോ ഇത് ഉത്തേട്ടന്റെ ശബ്ദമല്ലേ? എടാ ഉത്തമേട്ടൻ മാത്രമല്ലടാ, ഞാനും ഉണ്ട് കുഞ്ഞുണ്ണി. ഞാനും ഒട്ടെന്തെങ്കിലും അവിഹിതം വല്ലതും ഉണ്ടോടെ? നിങ്ങൾ എന്താ ആരെ കളിയാക്കുവാണോ? എടാ ചെറുക്ക, നീ എത്ര കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല കേട്ടാ. ഇത് പാലേ, പക്ഷെ അടുത്ത പണി ഉടനെ വരുന്നുണ്ട് കേട്ടോ. കയ്യിൽ വെച്ചിരുന്നാ മതി. ഞാൻ വെച്ചോണ്ട് തരാൻ കൊടുത്തു. ശരി പാറു. പോടാ പോടാ. അത് കൊള്ളാട്ടോ, നല്ല അനിയൻ. നല്ല അനിയൻ. ഒരു ഉടായിപ്പോയിട്ട് അവൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്ന് പെട്ടല്ലോ എന്നാണ് ഇതൊക്കെ. എന്റെ അടുത്താണ് ചോദിക്കണേ. ഒന്നും പറയണ്ടേ, പറ്റിപ്പോയി. അച്ഛന് ചായ വേണം? വേണ്ട, കുടിച്ചോ. വല്ല അവിഹിതം ഉണ്ടോടെ? അല്ല, വല്ല പാറുവോ? ഇനി ആരെങ്കിലും ശരിക്കും വരുമോ? ഉത്തമനായോണ്ട് എനിക്ക് സംശയം ഇല്ലാതില്ല കേട്ടോ. പോന്നാടേ, നീ ചായ കുടിക്കുന്നില്ലേ? ചായ കുടിച്ച് തീർന്നോണ്ടാ പോയെ. അമ്മേ, എന്താടി ആ മൂപ്പിലമാരെല്ലാരും കൂടെ സുമേഷിനെ കളിയാക്കുന്ന കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക്. നടങ്ങടി, ആ ചെക്കൻ മനസ്സ് വിഷമിച്ച് നാട് വിട്ടു പോകുന്ന ഇപ്പൊ എന്റെ പേടി. പിന്നെ നാട് വിട്ടു പോകാനൊക്കെ ഒരു ധൈര്യം വേണം, അതവനില്ല. അമ്മ പേടിക്കണ്ട. എഴുതേ, ഓ പാടി എന്റെ തൊണ്ട അടച്ചു. നീ ഇത്തിരി കട്ടൻ ചായ എടുത്തേ. അച്ഛൻ സൂക്ഷിച്ചോ, സുമേഷിന് ഏറ്റവും കൂടുതൽ വൈരാഗ്യ അച്ഛനോടാ. പണി കിട്ടും മോനെ, സുന്ദരൻ. പിന്നെ എടി, പെട്രോള് തീരാറായ പ്ലെയിന് ശത്രു രാജ്യത്തോടെ പറത്തിച്ചിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. അതിന് പ്ലെയിന് പെട്രോൾ ആണോ? പിന്നെന്താ, ഡീസലാണോ? അല്ല, മണ്ണെണ്ണയോ അങ്ങനെ എന്തോ അല്ല അച്ഛാ? മണ്ണെണ്ണയോ? പൈലറ്റ് വരെന്താ രാവിലെ കന്നാസും കൊണ്ട് റേഷൻ കടയിലേക്ക് പോകുന്നാണോ നിന്റെ വിചാരം? ഒരു സെക്കൻഡ്, നിന്റെ വിചാരമാണോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ നോക്ക്, റിഫൈൻഡ് കെറോസിൻ എന്ന് വെച്ചാ എന്താ? മണ്ണെണ്ണ. നിക്ക്, ശരിക്കും പൈലറ്റ് ആയിരുന്നു? എടി, അത് വല്ല പുതിയ എഞ്ചിൻ വല്ലതും ആയിരിക്കും. ഞാൻ വിമാനം ഓടിച്ചിരുന്ന സമയത്ത് പ്ലെയിനകത്തൊക്കെ പെട്രോൾ ആണ് ഒഴിച്ചുകൊണ്ടിരുന്നത് കേട്ടാ. എനിക്ക് മണ്ണെണ്ണ കട്ടൻ ചായ ഒന്നും വേണ്ട. അച്ഛാ, കാറിന്റെ എഞ്ചിൻ വേണോ? പെട്രോളാ. ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. തള്ളിന് മാത്രം ഒരു കുറവുമില്ല. എടി, എന്നാലും സുമേഷ് വരുമായിരിക്കും അല്ലേ കുറച്ച് കഴിയുമ്പോഴേക്കും? എന്റെ പൊന്നമ്മ, അവന് പണിയൊന്നും അറിയാൻ പാടില്ലല്ലോ, തിരിച്ചു വരും. എന്താണ്? ഇതെന്താന്നറിയാമോ? എന്താ? ഊഹിച്ചു നോക്ക്. ഇതുപോലൊരെണ്ണം ഞാൻ നിനക്ക് വാങ്ങി തന്നിട്ട് കുറേ നാളായി. അങ്ങനെയാണെങ്കിൽ ഇത് എന്തു ആവാം. അതെന്ത്? ഞാൻ നിനക്കൊന്നും വാങ്ങി തരാറില്ലേ? ഉണ്ട്, ഞാൻ പറയാം. അവസാനം വാങ്ങിച്ചത് 2015. മതി. അടിയാകും. ആറ്റുമാറ്റി കിട്ടിയ നല്ലൊരു ദിവസമാണ്. എന്താ പറ, എന്താന്ന്? പൂവോ? പൂവേ செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் புல்லாங்குழல் നീതാനൊരു പൂവിൻ മടൽ. എന്താ ഉദ്ദേശം? പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരിയായിട്ട് വാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം.
അതിന് തിയേറ്റർ എവിടെ ഇരിക്കുന്നു? നാശം പിടിക്കാനായിട്ട് ഒരു കോവിഡ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പൂവും വെച്ചോണ്ട് ഇവിടെ വന്നോളാം. പൂവും വെച്ചോണ്ട് വീട്ടിലിറങ്ങി നിൽക്കോ? നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോവാം. ഇപ്പൊ കറങ്ങാൻ പോയിട്ട് വല്ല കണ്ടെയ്ൻമെന്റ് സോണിൽ ചെന്ന് കയറിയാലേ പൂവും വെച്ചോണ്ട് ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരും. ഞാനില്ല. എന്തൊരവസ്ഥയാണ് നോക്കിയാണ്. പുറത്തു പോയാൽ ആരെങ്കിലും മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുമോ? എന്താ മാസ്ക് വെച്ചോണ്ട് ചിരിച്ചാല് കൊഞ്ചണം കുത്തണമെന്ന് വിചാരിക്കുള്ളൂ. അത് കറക്റ്റ്. ഇനിയിപ്പൊ അതും പറഞ്ഞ് മൂടോട്ടാവണ്ട, നമുക്ക് ഈ പൂവും വെച്ചോണ്ട് ഇതിലെ അങ്ങോട്ടും കൊണ്ട് നടക്കാം. അവൻ വിളിക്കാണ് വേറെ നമ്പരിൽ നിന്ന്. സുമേഷ്, ഒരു നാണമില്ലേ? എടുക്കൊന്നും വേണ്ട, അവൻ എന്തൊക്കെ പറയാൻ പോണത് തമ്പുരാനും അവനും മാത്രമേ അറിയത്തുള്ളൂ. എടുക്കാം, എടുത്തിട്ട് രണ്ടും കൂടെ പറയാം. എടാ നിനക്ക് നാണമില്ലേടാ കുടുംബത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിട്ട്? നീ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എന്നെയും അവളെയും തമ്മിൽ തെറ്റിക്കാൻ നിനക്ക് ഒരിക്കലും പറ്റൂല കേട്ടോ. തേർഡ് റേറ്റ് കുറ്റവാളി. എടാ അയ്യോ അയ്യോ മിമിക്രി ഒന്നും കാണിക്കല്ലേ. നിന്നെ പോലെ ഒരുത്തന്നെ, നിന്നെ പോലെ വൃത്തികെട്ട സ്വഭാവമുള്ള ഒരുത്തന്നെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹലോ, അച്ഛനാണ്. മാമ, പുതിയ നമ്പരാ മാമ. അച്ഛാ മാറിപ്പോയ എന്റെ അച്ഛന്റെ ശബ്ദം കേട്ടോ നിങ്ങക്ക് ഇത്രയ്ക്ക് അറിയത്തില്ലേ? രണ്ടു വാക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലാക്കും നിന്റെ അച്ഛൻ ആര്? അമിതാഭ് ബച്ചനാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്പർ മാറ്റി വിളിക്കണം എന്തിനാണ്? അല്ലേ പറയണം. ഡേ പൂ വെച്ചോണ്ട് വാ, നമുക്ക് ഇറങ്ങാൻ പോവാ.